ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫുൾ സ്കേർട്ടാണ്. അതായത് നമ്മൾ പട്ടുപാവാടയില്ലേ ആ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ 9ാമത്തെ ക്ലാസ് ആണ്. അൽഹംദുലില്ലാ എല്ലാവരും നല്ല രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ട് എൻ്റെ ക്ലാസ്സിനെ. താങ്ക് യു. ഫുൾ ലെങ്ത്തും സീറ്റ് അളവും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പട്ടുപാവാട തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ തുണിയെന്ന് വിചാരിക്കുക. അതായത് A to B എന്ന് പറഞ്ഞത് നമ്മുടെ തുണിയുടെ ഇറക്കമാണ്. അതായത് നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് ആ ഒരു ഇറക്കമാണ് ഇവിടെ വരുന്നത്. A to B എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ ലെങ്ത് ആണ് A to B എന്ന് പറഞ്ഞ അളവ്. അതായത് എത്രയാണോ ഇറക്കം വേണ്ടത് ആ ഒരു ഇറക്കം. അപ്പോൾ 20.5 എടുത്തിട്ടുണ്ട്. AC എന്ന് പറഞ്ഞിട്ടുള്ള അളവ് എന്ന് പറയുമ്പോൾ നമുക്ക് സീറ്റിനോട് 1 ഇഞ്ച് കൂട്ടാണ് ചെയ്യുന്നത്. സീറ്റ് എന്ന് പറയുമ്പോൾ 20 ഇഞ്ചാണ് വരുന്നത്. അതിനോട് നമ്മൾ 1 ഇഞ്ച് കൂട്ടുന്നു. അപ്പൊ നമുക്ക് പിന്നെ 21 വരിക. 21ന്റെ 3 ഇരട്ടി. അപ്പൊ നമുക്ക് വരുന്നത് പറഞ്ഞാൽ 63 ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ വരാന്ന് വെച്ചാല് 63. അപ്പൊ 63 നമുക്ക് ഈ ഒരു AC എന്ന് പറഞ്ഞിട്ടുള്ള അളവെടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവം വന്നിട്ടുള്ളത് AC എന്ന് പറഞ്ഞ ഭാഗം 21. അപ്പൊ ഇതിനെ നമ്മൾ ഫോൾഡ് ചെയ്യാന്ന് ചെയ്യുന്നത്. ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ 2 ഫോൾഡ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. അതേപോലെ അല്ല, നമുക്ക് 3 ഫോൾഡ് ചെയ്യണം. അത് ഞാൻ പേപ്പറിൽ മടക്കുന്ന ടൈമിന് മനസ്സിലാക്കി തരാം. അതൊക്കെ ആ ഒരു ഭാഗം ക്ലിയർ ആയി. അപ്പൊ നമുക്ക് ഇവിടെ 5 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് അറ്റാച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് 2.5 ഇഞ്ച് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ പിന്നെ സ്റ്റിച്ചിങ്ങിനായിട്ടും കുറച്ച് ഭാഗം പോകുമ്പോൾ നമുക്ക് നമ്മുടെ എത്രയാണോ ഫുൾ ലെങ്ത് വേണ്ടത് ആ ഒരു അളവിൽ തന്നെ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് അതിന്റെ വീതി എന്ന് പറയുമ്പോൾ, അതായത് PR എന്ന് പറഞ്ഞിട്ടുള്ള അളവ് എന്ന് പറയുമ്പോൾ നമുക്ക് സീറ്റിന്റെ പകുതി, ഹാഫ് സീറ്റാണ് വേണ്ടത്. അതായത് ഇപ്പൊ 20 അപ്പൊ അതിന് 10 ആയിട്ട് വരും. 10നോടൊപ്പം 1 ഇഞ്ച് നമ്മൾ തയ്യലിനായിട്ട് ഉപയോഗിക്കുന്നത്, കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ടോട്ടലേക്ക് വരിക 11. അപ്പോൾ 11ന്റെ ഡബിളാണ് ഇവിടെ ഫോൾഡ് വരുന്നുണ്ട്. ഡബിൾ ആയിട്ടാണ് എടുക്കേണ്ടത്. നമുക്കൊന്ന് പേപ്പറിൽ മടക്കുന്നതും കൂടി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പേപ്പർ എടുത്തിട്ടുണ്ട്. പേപ്പർ എടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3.21 വേണ്ടത്. അതായത് 63 ഇഞ്ച് നീളം വേണം നമ്മുടെ ക്ലോത്തിന്. അപ്പൊ 63 ഇഞ്ച് നമ്മൾ നീളം കറക്റ്റ് ആക്കുക. ഇപ്പൊ ഇത് ഏകദേശം 63 ഇഞ്ച് ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുക. അപ്പൊ ഈ 63 ഇഞ്ചിനെ 21 ഇഞ്ചിന്റെ ഒരു ഫോൾഡ്, 21 ഇഞ്ച് ഒരു ഫോൾഡ്, വീണ്ടും നമ്മൾ ആ 21 ഇഞ്ചിന്റെ ഒരു ഫോൾഡ്. അപ്പൊ നമുക്ക് എത്ര വന്ന് 1 2 3 3 ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ടോട്ടലി 63 വരുന്നത്. അപ്പൊ ടോട്ടലായിട്ട് നമുക്ക് എത്രയാന്ന് വേണ്ടുന്നില്ല. ആ ഒരു AC എന്നുള്ള അളവിനെ നമ്മൾ നീളത്തിൽ അളന്നെടുക്കുക. തുണിയിൽ നിന്ന് അളന്നെടുത്തിട്ട് പിന്നെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇതുപോലെ മടക്കിയിട്ട് കട്ട് ചെയ്താലും മതി. 21 ഇഞ്ച് എടുത്തിട്ട് 3 ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുക. അതേപോലെ ഈ ഒരു ഫോൾഡൊന്നും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് നമുക്ക് AB എന്ന് പറഞ്ഞിട്ടുള്ള അളവ്, അതായത് എത്രയാണോ നമ്മുടെ ഫുൾ ലെങ്ത് ആ ഒരു അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് വേണ്ടുന്ന തുണിയുടെ നീളം. അപ്പൊ ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് ജോയിന്റ് ചെയ്യാനുണ്ടാവും കേട്ടോ. ഈ ഒരു രീതിയിലാണ് വരിക. ഇപ്പം തുണിക്ക് ഇത്രയും നീളമുള്ള തുണി കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഈ 2 ഭാഗത്തും ആയിട്ട് ജോയിന്റ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇതൊന്നും പ്രശ്നമില്ല. അത് നമ്മൾ തുണിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു ബാൻഡിന്റെ ആവശ്യമുണ്ട്. അതായത് 5 ഇഞ്ച് വീതിയും 11 ഇഞ്ച് നീളവും ഇല്ല ഒരു ബാൻഡാണ് ആവശ്യം. 11 ഇഞ്ചിന്റെ ഫോൾഡാണ് വരുന്നത്. അപ്പൊ 22 ഇഞ്ച് വരും. 22 ഇഞ്ചിൽ വരുന്ന ഒരു ബാൻഡ് കട്ട് ചെയ്തെടുക്കുക. അതേപോലെ 5 ഇഞ്ച് വീതിയും, അതായത് സീറ്റിന്റെ പകുതിയാണ് നമുക്ക് ബാൻഡ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് 31.5 ആയിരിക്കും കിട്ടുക. അപ്പൊ ആ 31.5 നമ്മൾ 2 ഇഞ്ച് വീതിയിലില്ല
ഫോൾഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. 2 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് വീതിയിലുള്ള പ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുപ്പിച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ 3 മടങ്ങാണ് നമുക്ക് തുണി വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഒന്ന് തുണിയിലേക്ക് കട്ട് ചെയ്യുന്നതും കൂടി നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് തുണി വന്നിട്ടുള്ളത്. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള തുണി. ഒരു സാരിൻ്റെ പീസാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഈ ഒരു പീസിനെ നമുക്ക് വേണ്ടുന്ന ഇറക്കത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇറക്കം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് A to B എന്ന് പറയുന്ന അളവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ന് പറഞ്ഞാൽ A to C എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് 21 ഇഞ്ചാണല്ലോ നമുക്ക് A to C വന്നിട്ടുള്ളത്. ആ ഒരു അളവിനെ നമുക്ക് ഒന്ന് അളന്ന് മാർക്ക് ചെയ്യാം. A to C എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിനെ 3 ആയിട്ട് ഫോൾഡ് ചെയ്യാനാ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. A to C 3 ആയിട്ട് ഫോൾഡ് ചെയ്യുന്ന ഒരു ഫോൾഡ്. നമ്മൾ നേരത്തെ ഇങ്ങനെയല്ല ഫോൾഡ് ചെയ്തിട്ടുണ്ടായത്. നമ്മൾ നേരത്തെ രണ്ട് ഫോൾഡ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. അതായത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ അത് ആ മോഡലേ അല്ല കേട്ടോ ഇത് വരുന്നത്. ഇതിന്റെ ഫോൾഡിങ് മൊത്തത്തിൽ മാറ്റാണ്. അപ്പോൾ ഫോൾഡിങ് ഇങ്ങനെ വന്നിട്ടുള്ളത് 1 2 3. അപ്പോൾ 3 ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഉള്ളത്. അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ എത്രയാണോ വേണ്ടത്, അതായത് 63 ആണല്ലോ നമുക്ക് ടോട്ടൽ വേണ്ടത്. ആ ടോട്ടൽ എടുത്തിട്ട് നമ്മൾ 2 ആയിട്ട് ഫോൾഡ് ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് എത്രയാണ് നീളം വേണ്ടത് അത് മുറിച്ചെടുക്കാം. ഫോൾഡിന്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് സാധാരണ രീതിയിൽ ഒന്ന് മുറിച്ചെടുക്കാനതിൽ തെറ്റാനൊന്നുമില്ല. എത്രയാണോ നമുക്ക് വേണ്ടുന്നത് AC-ന്റെ 3 ഇരട്ടി നമ്മൾ മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ നീളം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 22 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ബാൻഡ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുക. ഈ ഒരു രീതിയിലാണ് വെക്കുക. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇനി മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിറയെ ഫ്രില്ല് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് ഞാനൊരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ഇഞ്ച് നമുക്ക് ഒന്ന് ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഇഞ്ച് വിട്ടിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മുതൽ 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ 1.5 ഇഞ്ച് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1.5 ഇഞ്ച് വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ, അതായത് ഫ്രില്ല് ചെയ്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെയാണ് നമ്മൾ വരിക. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഈ മാർക്കൊന്നും ചെയ്യാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. നിർബന്ധമൊന്നുമില്ല. ഇതൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞൊന്നുമില്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് എല്ലാ പ്ലീറ്റും ഒരേ ലെവലിൽ കിട്ടും, ഒരേ അളവിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പെട്ടെന്ന് തന്നെ പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ മൊത്തത്തിൽ നമ്മുടെ ഈ തുണി മൊത്തത്തിൽ 1.5 ഇഞ്ച് ഇടവിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്ക്കാൻ വേണ്ടി പോവാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ 5 ഇഞ്ച് കണക്കാക്കിയിട്ടുണ്ടല്ലോ, ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക. 2 ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ഈ 5 ഇഞ്ച് വരെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ 2 ഭാഗത്തും നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു 5 ഇഞ്ച് മടക്കി തയ്ച്ചു കൊടുക്കാനാണ് പോകുന്നത്. അതായത് 5 ഇഞ്ച് മാർക്ക് ചെയ്തത് ഓപ്പൺ ചെയ്ത ഭാഗം കേട്ടോ. ജസ്റ്റ് ഒന്ന് മടക്കുന്നത്, എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഞാൻ തയ്ച്ചെടുക്കട്ടെ. 2 ഭാഗത്തും ഈ ഒരു രീതിയിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തു, എന്നിട്ട് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് തയ്ച്ചെടുത്തിട്ടാ. 2 സൈഡും ഈ ഒരു രീതിയിൽ തയ്ച്ചെടുത്തു. ഇനി നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രില്ല് ചെയ്ത് കൊടുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഫ്രില്ല് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ തുണിയുടെ മോശം വശത്താണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനാണ് കയറ്റി ഞാൻ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. മോശം വശത്ത് വെച്ചിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. അതായത് 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിനല്ലോ. അപ്പോൾ ആ 1.5 ഇഞ്ചിൽ ഒരു ഫോൾഡ് കൊടുക്കുക. എന്നിട്ട് ഈ രണ്ടാമത് മാർക്ക് ചെയ്ത 1.5 ഇഞ്ചിന് നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അടുത്ത 1.5 ഇഞ്ചിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഒന്ന് തയ്ച്ചു കൊടുക്കുക ചെയ്യുന്നത്.
ഈ ഒരു രീതിയിൽ ഒന്ന് തയ്ച്ചെടുക്കുക. അതായത് നമുക്ക് വീതി എടുക്കുമ്പോൾ, അതായത് എത്ര നല്ലോണം സ്റ്റിച്ചിങ്ങിനായിട്ട് കളയാൻ പാടില്ല. ഈ നമ്മുടെ തയ്യൽ മെഷീൻ്റെ ഫൂട്ട് ഉണ്ടല്ലോ, ആ ഫൂട്ടിന് കണക്കായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുക. എന്നിട്ട് അതിലൂടെ ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ഒരു ഫ്രില്ല് നമ്മൾ ചെയ്തെടുത്തു. ആദ്യം നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ അതിന് ഉള്ളിലേക്ക് കൊണ്ടുപോയി നെക്സ്റ്റ് പീസിനെ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തു, എന്നിട്ട് ഉള്ളോട്ടേക്ക് ആ 1.5 ഇഞ്ചിനെ എത്തിച്ച് വീണ്ടും നമ്മൾ ഈ ഒരു 1.5 ഇഞ്ചിന്റെ പോയിന്റിൽ തന്നെ കൊണ്ടെത്തിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ അടിച്ചെടുക്കാം. നമ്മൾ ഫ്രില്ല് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രില്ല് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നല്ല വശം നോക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നല്ല വൃത്തിയിൽ നമ്മൾ ഫ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം വേണ്ടത് 20 ഇഞ്ചാണ്. അതായത് ഫുള്ളായിട്ട് നമുക്ക് വേണ്ടത് 20 ഇഞ്ചാണ്. പകുതി വേണ്ടത് എന്ന് പറഞ്ഞാൽ, അതായത് A to C എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം 10 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 20 വരുന്നത്. അപ്പോൾ നമ്മൾ 22 ഇഞ്ചിന്റെ ബാൻഡാണ് എടുത്തിട്ടുള്ളത്. 22 ഇഞ്ചിന്റെ ബാൻഡിന് നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ആദ്യം നമ്മൾ ഈ ഒരു ഭാഗം ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ 2 ഭാഗവും ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഈ ഒരു 5 ഇഞ്ച് വരുന്ന ആ ഒരു ഭാഗം കേട്ടോ, അങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കാം. ഒരു ഭാഗം ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് സൈഡും കൂടി തയ്ച്ചെടുക്കുക. അതിന് മുമ്പായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഒരു തയ്ച്ചെടുത്ത ആ ഒരു ഭാഗമില്ല, അതായത് ഫ്രില്ല് തയ്ച്ചെടുത്ത ആ ഒരു ഭാഗം ഇതിനോട് വെച്ച് നോക്കുക, ഇത് കറക്റ്റ് തന്നെയാണെന്ന്. കൂടുതലുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുക. കൂടുതലൊന്നും ഉണ്ടാവില്ല, കറക്റ്റ് അളവാണ് നമ്മൾ പറഞ്ഞു തന്നത്. എന്നാൽ നിങ്ങൾ ഫ്രില്ല് ഇട്ടത് ചിലപ്പോൾ കൂടുതലായിട്ട് മടങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു കുറവായിട്ട് വരും. അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ മാർക്ക് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഇത് കറക്റ്റ് തന്നെയാണോ എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ന് പറഞ്ഞാൽ അത് ആ ഒരു അളവ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അരവണ്ണം കുറയും ചെയ്യും കേട്ടോ, അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു സൈഡും കൂടി നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ 2 ഭാഗം കൂടി ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്കേർട്ടിന്റെ പോർഷനിലേക്ക് ഈ ഒരു ബാൻഡിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിന്റെ നല്ല വശം, അതായത് ബാൻഡിന്റെ നല്ല വശവും നമ്മുടെ സ്കേർട്ടിന്റെ നല്ല വശവും, ആ ഒരു പീസ് ഉണ്ടല്ലോ, ഇത് രണ്ടിന്റെയും നല്ല വശവും കൂടി ചേർത്ത് വെക്കുന്ന. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, നമ്മൾ ഫ്രില്ല് ചെയ്ത സ്റ്റിച്ച്, അതിന്റെ മുകളിലൂടെ ഫുള്ളായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കാന്ന് ചെയ്യുന്നത്. അങ്ങനെ തയ്ച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ 2 ഭാഗവും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളായിട്ട് തയ്ച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തിന് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു മടക്കിയിട്ട് ഒന്ന് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. അതായത് ബാൻഡിന്റെ പീസിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഇവിടെ വെച്ച് തയ്ച്ചു കൊടുത്താലും മതി. അങ്ങനെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തയ്ച്ചെടുക്കുക. ഇല്ലെങ്കിൽ ആദ്യമായി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പറയുന്നത് കൊണ്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയി പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് തയ്ക്കുക. നമുക്ക് ആദ്യം അങ്ങനെ ചെയ്യാം. ഒരു ഫോൾഡ് ചെയ്തിട്ട് ഞാൻ ഒന്ന് തയ്ച്ചെടുക്കട്ടെ കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ഭാഗം ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അറിയുന്നവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തിനാ ഇങ്ങനെ പറയുന്നത്. നമ്മളിപ്പം ഒരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ എളുപ്പ വഴി പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്ത് കാര്യമായാലും നമ്മൾ അതിന്റെ എളുപ്പ വഴിയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, എന്നാലും മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുള്ളൂ കേട്ടോ. നമ്മൾ ഈ ഒരു ഫോൾഡ് ചെയ്യുന്ന ടൈമിന് ഒരേ ലെവലിൽ തന്നെ മടക്കി തയ്ക്കണം. ഒരു ഭാഗത്ത് കൂടുതൽ ഒരു ഭാഗത്ത് കുറവായിട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ, ഒരേ ലെവലിൽ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ, അതായത് തയ്ച്ച ഭാഗം ഉണ്ടല്ലോ, ഇപ്പം മടക്കി തയ്ച്ച ആ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് താഴേക്ക് കൊണ്ടിരുന്ന്, അതായത് താഴെ നമ്മൾ ഈ ഒരു ജോയിന്റ് വന്നിട്ടില്ല ആ ഒരു ഭാഗമില്ലേ, ആ ഭാഗത്തിന് നമ്മൾ ഉള്ളിലോട്ടേക്ക് ആക്കി കൊടുക്കുന്നത്. അതായത് മുകളിലോട്ടേക്ക് ആക്കിയിട്ട് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് മുകളിലേക്ക് വെച്ചിട്ട് സൈഡിലൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഫുള്ളായിട്ട് സൈഡിലൂടെ തയ്ച്ചെടുക്കാം നമുക്ക്. അപ്പൊ നമ്മള് ഇതേ രീതിയിലാണ് വെക്കേണ്ടത്. ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അറ്റത്തൂടെ തയ്ച്ചെടുക്കുക. അതേപോലെ ഈ ഒരു പീസ് ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് മടങ്ങി പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അതൊക്കെ നിവർത്തി വേണം തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ
നമുക്ക് ഈ ഒരു ലെവലിൽ ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ തയ്ച്ചെടുത്ത് ഇനി നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നാടയാണ് ഇടുന്നെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. പക്ഷെ പട്ടുപാവാടക്ക് നമ്മള് ഹൂക്കാണ് വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഓപ്പൺ വന്നിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ മടക്കി കൊടുത്ത ഈ ഒരു ഭാഗം ഒന്ന് തയ്ച്ചു കൊടുക്കാന്ന് ചെയ്യുന്നത്. ഇത് തയ്ച്ചിട്ട് ഇത് നമ്മൾ ഇവിടം വരെ തയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിന്റെ മുകളിലൂടെ ആയിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. തയ്ച്ചെടുത്തിട്ട് നമ്മൾ ഇപ്പുറം എത്തുമ്പം ആ ഒരു ഭാഗവും നമ്മൾ ഈ ഒരു ഓപ്പൺ വന്നിട്ടുള്ള ആ സ്ഥലം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്ന കേട്ടോ. ഇതിലൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു രീതിയിൽ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പല്ലിന്റെ അളവിൽ, അതായത് മെഷീന്റെ ഈ ഒരു ഫൂട്ട് ഉണ്ടല്ലോ, ഇതിന്റെ ഒരു സൈസിൽ വെച്ചിട്ട് അടിച്ചാൽ മതി. ഇനി നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആണ്. നമ്മൾ ഇതിന്റെ രണ്ട് ഭാഗം, അതായത് നമ്മൾ ഇപ്പൊ തയ്ച്ചെടുത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതെടുക്കുന്നത്. എന്നിട്ട് നമ്മള് 5 ഇഞ്ച് മുകളിൽ നിന്നേ നമ്മളൊരു 5 ഇഞ്ച് കണക്കാക്കി എടുക്കാം. നമ്മൾ ഫോൾഡ് ചെയ്ത് അടിച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്ക് 5 ഇഞ്ച് എടുത്തിട്ട് ഈ ഒരു ഭാഗം മുതൽ 5 ഇഞ്ച് മുതൽ നമ്മൾ ഒന്ന് ചേർത്ത് വെച്ച് തയ്ച്ചു കൊടുക്കുക ചെയ്യുന്നത്. അതായത് നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ താഴെ വരെ തയ്ച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന് ബോർഡർ ആയത് കൊണ്ട് ഞാൻ മടക്കി തയ്ക്കുന്നില്ല കേട്ടോ. ഈ ബോർഡർ ഒന്നും വരാതെ സംഭവമല്ല ആണെങ്കിൽ ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് കുറച്ചൊരു വീതിയിൽ 1 ഇഞ്ച് വീതിയിൽ എടുത്തിട്ട് ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. നമ്മൾ പട്ടുപാടക്കെല്ലാം കുറച്ച് വീതി അധികമായിട്ടാണല്ലോ കാണല്. ആ ഒരു രീതിയിൽ ഒന്ന് മടക്കിയിട്ട് ഒന്ന് റൗണ്ടായിട്ട് തയ്ച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. പട്ടുപാവാടയുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഒന്ന് അയണൊക്കെ ചെയ്ത് ഫീറ്റൊക്കെ കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് അയണൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു അരമണിക്കൂറൊന്നും ആവശ്യമേ ഇല്ല. നമുക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടി ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.